എന്തായിട്ടാണ് കാക്ക വന്നിട്ടുള്ളത്? ഇന്ന് നമ്മുടെ ലാസ്റ്റത്തെ നോമ്പാണ്. ലാസ്റ്റ് നോമ്പായിട്ട് ഇന്ന് 27-ാം നോമ്പാണെന്ന് തോന്നുന്നത്. ചിലപ്പോ നാളെ നോമ്പ് ഉണ്ടാവുന്നതാണ്. ഇന്ന് പറയുന്നത് കലാശക്കൊട്ടാണ്. കലാശക്കൊട്ട് ആ കലാശക്കൊട്ടല്ല ഫ്രണ്ട്സ്. ഇന്ന് നമ്മുടെ നോമ്പ് കഴിയുമ്പോൾ അപ്പൊ അറിയില്ല ഫ്രണ്ട്സ് തീരുവോന്ന്. ചിലപ്പോ നാളെ ഉണ്ടാവും, പറയാൻ പറ്റില്ല. എന്തായാലും ഒരു നോമ്പ് കഴിഞ്ഞ തലേ ദിവസത്തെ വീഡിയോ ആണ് കാശ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഒരു ഫാമിലി നോമ്പ് തന്നെയാണ്, പക്ഷെ പ്രിപ്പറേഷൻസ്. അതെ അപ്പൊ നമ്മൾ ഈ ഇൻട്രോ നമ്മൾ കുറച്ചേ മുമ്പ് എടുത്തേക്ക. നമ്മളിപ്പോ പുറത്തു പോകാൻ വിചാരിച്ചേക്കോ. അപ്പൊ നമ്മള് നല്ല ഡ്രസ്സൊക്കെ ഇട്ടോ ഇൻട്രോ എടുത്തു. പക്ഷെ വീടിനുള്ളിൽ നടക്കുന്നത് സാധാ. അതെ ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ പുതിയ സാധനം നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. ഇവിടെ പലതും ഉണ്ട് ഫ്രണ്ട്സ്. ട്രൈ ചെയ്യാൻ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട്, മൊമോസ് ഉണ്ട്, ക്രാബ് ക്ലോ ഉണ്ട്, പോപ്കോൺ ഉണ്ട്, കാസറോൾ ഉണ്ട്, പിന്നെ 2 kg പുതിയ ഇതെന്താ വെച്ചാ ചിക്കൻ പോപ്കോൺ, പിന്നെ പുതിയ ഫ്രഞ്ച് ഫ്രൈസ്. അതെ ഫ്രണ്ട്സ്, ഇത് പഴയ ഫ്രഞ്ച് ഫ്രൈസ് അല്ല, ഇത് ഇന്നലെ വാങ്ങിയതാണ്. അപ്പൊ പുതിയ ഇതൊക്കെ പുതിയ, ഇത് ഇന്നലെ വാങ്ങിയത്. ഈ മോമോസ് എങ്ങനെ മതി പൊരിച്ചാൻ പറ്റുമോ? സ്റ്റീം ചെയ്യല്ലേ? ഇത് നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ. ഞാനാണ് ഉദ്ഘാടനം ചെയ്യാൻ പോണത്. ജ്യൂസ് ഒന്നും ഉണ്ടാക്കിയില്ല ഫ്രണ്ട്സ്. പക്ഷെ നമുക്ക് ജ്യൂസ് വേണ്ട, കാരണം നമുക്ക് അത്രയും പലഹാരങ്ങളുണ്ട്. പലഹാരം കൊണ്ട് എന്താ കാര്യം? ജ്യൂസിന്റെ വേണ്ടേ? ജ്യൂസ് ഒക്കെ എന്തിനാ? ജ്യൂസ് ആവശ്യമുണ്ട്. ഓക്കെ, ഇത് നമ്മുടെ കോക്കനട്ട് പൾപ്പ് ഉണ്ട് ഫ്രണ്ട്സ്. നമ്മളിത് ആദ്യമായിട്ടല്ലേ ഫ്രണ്ട്സ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കിയത് ഫ്രണ്ട്സ്. നമ്മൾ സാധാരണ എപ്പോഴും ഫ്രൂട്ട്സ് ഉപയോഗിക്കില്ല, പക്ഷെ ഇത് നമ്മൾ പുതിയ ട്രൈ ചെയ്യാൻ വിചാരിച്ചിട്ടാണ്. അപ്പൊ കാക്ക ഞാൻ ഇത് ചെയ്യുമ്പോ കാക്ക ഐസ്ക്രീം ഒക്കെ ഉണ്ടോ? അല്ല, ഐസോ പൾപ്പാണോ? ഓക്കെ അയ്യല്ല, എന്താ അങ്ങനെ ഉദ്ദേശിച്ചത്? എത്ര സ്പൂണാണ് കാക്കുക? 8-9 സ്പൂണ് പൾപ്പ് ഇടണം മിച്ച പറഞ്ഞേ. ഈ പൾപ്പ് ഇട്ട ജ്യൂസ് ഉണ്ടാക്കാൻ നമ്മൾ ആദ്യമായിട്ടല്ലേ മിച്ച? നിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടോ? ഇതെന്താ 5-6 സ്പൂണോ? 5-6 സ്പൂൺ ആയത് പൾപ്പ് കഴിയും. 4 മതി. അപ്പൊ അടുത്ത നമുക്ക് ക്രാബ് ഫ്രൈ പൊരിക്കാണ്ട്. ഇന്ന് എന്തൊക്കെയാ? അല്ല, ക്രാബ് ഫ്രൈ അല്ലേ? ഇതെന്താ പറയാ? ഇത് പുറത്തു വെക്കാൻ പാടില്ലമ്മ, ഫ്രീസർ നേരെ എടുത്ത് പൊരിക്കണം. ഇതൊക്കെ തണുത്തു. ഇത് കൊളാൻ ചാൻസ് ഉണ്ട്. ഇത് കൊളാൻ ചാൻസ് ഉണ്ട് മാ. അയ്യോ, ഇതൊക്കെ വാടി കണ്ടു. ഫ്രീസർ കണക്ക് ഓ വേറെ ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ ഇതൊക്കെ ഇങ്ങനെ അതങ്ങനെ ഓക്കെ. നമുക്ക് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ട്രൈ ചെയ്താൽ ആദ്യം നമ്മളെ എണ്ണ തീക്ക് വയ്ക്കണം. വരൂ ഗൈസ്, ഇതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണ കൊണ്ട് നല്ല സൺഫ്ലവറിന്റെ ഓയിൽ ഉണ്ടാക്കിയ സൺഫ്ലവർ വെച്ച് ഉണ്ടാക്കിയ ഓയിലോട്ടാണ്. കൊറേ എണ്ണ വേണ്ടി വരും ഗൈസ്. നമ്മൾ ഇതിലൊക്കെ ഫ്രണ്ട്സ് ഒരു 2-3 പ്രാവശ്യം പൊരിക്കണേല് ഒരു 2-3 കിലോ ഇഞ്ഞു എണ്ണ വേണ്ടി വരും. എത്ര എണ്ണ എടുത്തു നോക്കി? ഇഞ്ഞു എണ്ണ വേണ്ടി വരും. കൂടി വേണ്ടി വരും അല്ലേ? എണ്ണ വാങ്ങി മുടിയോടാ അമ്മേ. കായാണ് ഫ്രണ്ട്സ് ഇവിടെ ഇരിക്കണത്. കൊഴപ്പല്ല, നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാൻ എടുത്തോണ്ട് വരികയെ. 4-5 പ്രാവശ്യം ഉപയോഗിച്ചൂടെ ഈ ഓയിൽ? എടുക്കാം, പിന്നെ തിരിച്ചു. മിൻസ ജ്യൂസ് ഉണ്ടാക്കാൻ മിൻസ കൂടി ഓടി കളിച്ചു. അല്ലട്ടോ, ഞാനിതാ ഫ്രണ്ട്സ് കണ്ടോ, ഇന്നെ പപ്പയാണ്. പപ്പ ഹായ് പറയൂ ഫ്രണ്ട്സ്. ഇവിടെ കൂട്ടക്കുടുംബാണ് ഫ്രണ്ട്സ്, കൂട്ടക്കുടുംബം. എനിവേസ്, അയ്യോ നമ്മളെ ഇതിപ്പോ തണുക്കുമല്ലോ ഫ്രണ്ട്സ്. ഇവിടെ എല്ലാരും ഉണ്ട് ഫ്രണ്ട്സ്. മനിക്ക ക്യാമറമാൻ, ഞാന്, കാക്ക, പപ്പ, നമുക്കിത് പ്രീ ഹീറ്റ് ചെയ്യാം. ഓക്കെ, എത്ര 170 എന്താണ് ഫ്രഞ്ച് ഫ്രൈസിന്റെ വെക്കേണ്ടത്? ഇവിടെ ഓരോ ഡിഗ്രി ചെയ്ത് അയ്യോ 190 ഇത് കൊടുത്തത്, പക്ഷെ 170 മറ്റേ കൊടുത്തത്. ജ്യൂസ് അടിക്കാൻ പിന്നെ ഞാനാണ് ഇവിടെ ഉണ്ടാവില്ലേ. നമ്മളിവിടെ പിടിക്കുന്നു, നമ്മൾ ഇതാക്കുന്നു. അയ്യോ സ്വിച്ച് ഓൺ ഗൈസ്. അപ്പൊ നമുക്ക് നമ്മളെ എണ്ണ ഒഴിക്കാം. എന്തെങ്കിലും ഉണ്ടോ മിൻസാ? ഞാൻ ഇതിക്ക് എണ്ണ കേട്ടെ. ഓ മൈ ഗോഡ് ഗൈസ്, അടുത്ത കുറച്ച് എണ്ണ കൂടെ. ഇതില് ലെവൽ ഉണ്ടമ്മാ, മിനിമം ലെവലും ഉണ്ട്. മിനിമം എത്ര എണ്ണ വേണം? 1 ലിറ്റർ എണ്ണ എന്തായാലും വേണം ഗൈസ്. ഇതൊന്നും പേടിക്കണ്ട, എണ്ണ പോയി ഫ്രഞ്ച് ഫ്രൈസ്. അതെ
എണ്ണ തിളച്ചോണ്ട് കായ് പോയി ഫ്രഞ്ച് ഫ്രൈസ് വരട്ടെന്നാണ് നമ്മൾ ശരിക്കും പറയേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ എണ്ണ ചൂടായി കൊടുക്കണം. അത് തിളക്കുന്നുണ്ട്, കാണിച്ചു. അതെ ഫ്രണ്ട്സ്, സത്യം തിളക്കുന്നുണ്ട്. പക്ഷെ ഉള്ളിലേക്ക് തൊട്ടാലേ നമുക്ക് ചൂട് മനസ്സിലാവുള്ളൂ. ഇവിടെ ഒന്നും ചൂടില്ല. വേണമെങ്കിൽ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ടെസ്റ്റ് ചെയ്ത് നോക്കാം. മിൻസക്ക് അടിച്ച മാത്രം ആക്കി കൊടുക്കണം. എന്താണ്? അതെ അതെ, കണ്ടോ ഇതില്ലേ ജ്യൂസ്? ജ്യൂസ് റെഡിയോ? ജ്യൂസ് റെഡി. ഇത്ര ജ്യൂസ് ഉള്ളൂ? ഇത്ര ജ്യൂസ് പോരാട്ടോ. ആ മുന്തിരി എന്റെ ഫേവറേറ്റ് സാധനമാണ് മുന്തിരി ജ്യൂസ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രണ്ട്സ് മുന്തിരി. ഇത് നമ്മുടെ മുന്തിരി എടുത്താണ്ട് ഉമ്മ എന്തൊക്കെ ചെയ്യലല്ലേ? പൾപ്പ് ഇമ്മ ഞാൻ പോയിക്കാണ്ടേ എന്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു ഉമ്മ സ്പെഷ്യൽ രീതിയിലാണ് ഉണ്ടാക്കല് പൾപ്പൊക്കെ ആക്കി. അപ്പൊ എല്ലാരും ഓല വീട്ടിലങ്ങനെ. അപ്പൊ എല്ലാരും അങ്ങനെ തന്നെ ഉണ്ടാക്കല്. അയ്യോ അപ്പൊ അടുത്തായിട്ട് നമ്മളെ ഫ്രഞ്ച് ഫ്രൈസ് തിളച്ചോ നമ്മൾ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു ഒറ്റ ഫ്രഞ്ച് ഫ്രൈസ് മാത്രം അങ്ങനെ ഇടലല്ല, അതിലുണ്ട് സാധനം ഉണ്ട്. എന്നാ അതിട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് വെച്ചോക്കാം. ബിസ്മില്ല. ആദ്യമായിട്ട് നമ്മൾ വെക്കാൻ പോണേ. അതാ നല്ല ഫ്രഞ്ച് ഫ്രൈസ് വരണേ. അയ്യോ എന്താ വെള്ളത്തിലിട്ട മാതിരിയായല്ലോ. അയ്യോ ഒന്നും ആവണില്ലല്ലോ. ചൂടായിട്ടില്ലമ്മ. ഒരു ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണത്? എനിവേസ് അയ്യോ ഒരു ചൂടില്ല. എണ്ണ കൈയിട്ടൊക്കെ അത്ര കുഴപ്പമൊന്നുമില്ല കേട്ടോ. സിപ്പച്ചിന്റെ ഹൃദയം അവിടുന്ന് പടയണ്ടായി. കയ്യിടന്ന ചൂടായിക്കോണല്ലോ. എങ്ങനെ അറിയാമ്മ? യെസ് ഗൈസ്, അപ്പൊ നമ്മളെ എന്താണ് ഫ്രഞ്ച് ഫ്രൈസ് നമ്മൾ ഇടാൻ പോണേ. ഇനി നമുക്ക് എന്താ ഉണ്ടാവുക? അയ്യോ ഇത് ഇങ്ങനെ ആക്കിയിട്ടുണ്ടോ? ഇങ്ങനെ ആക്കിയിടാം. എന്നിട്ട് കുറച്ച് വിടല്ലേ? ഓക്കെ ഗൈസ്, നമുക്ക് ഇതൊന്ന് പൊരിഞ്ഞ് വന്നിട്ട് എന്താവും നോക്കാം. മതി, ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം. യെസ്. ഓക്കെ, ഇനി 5 മിനിറ്റ് നമുക്ക് നോക്കാം ഗൈസ് എന്താവുന്നത്. ഇതാണ് ഡീപ് ഫ്രൈ ആണ് അവള്. യെസ് ഗൈസ്, അങ്ങനെ നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഇവിടെ എന്തൊക്കെ ആയി വരുന്നുണ്ട് ഗൈസ്. കണ്ടോ, പൊരിഞ്ഞൊക്കെ വരുന്നുണ്ട്. എന്താവണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഇതിക്ക് നോക്കൂ, കണ്ടോ ഇത് നെരിഞ്ഞ് വരുമായിരിക്കും. എന്തായാലും നമുക്ക് അടച്ചു വെക്കാം. ഇനിയൊരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഗൈസ്. 5 മിനിറ്റ് കഴിയുമ്പോൾ കരിഞ്ഞ് വരും. 5 മിനിറ്റ് കഴിയുമ്പോൾ നോമ്പ് തുറക്കാനായി. വേഗം ഇനിയുണ്ട് 20 minutes. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നമുക്ക് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. 5 minutes later. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് അയക്കണമെന്ന് എനിക്ക് തോന്നണേ. കരിഞ്ഞൊക്കെ വരാൻ തുടങ്ങിയ അപ്പൊ നമ്മൾ ഇത് നിർത്തും. ഇതൊരു ഇതിലേക്ക് മാറ്റാം. പൊട്ടിക്കട്ടെ. ഓയിലൊക്കെ പോയില്ലേ? ഓയിലൊക്കെ പോയി. അതില ഒന്ന് ഡ്രൈ ആവണം. ഡ്രൈ ആവണം, എന്നാലേ ക്രിസ്പി ആവുള്ളൂ. തണുക്കണം ഗൈസ്. എന്നിട്ട് നമുക്ക് ഇനി എന്താ നോക്കാം. മിനിച്ച് അവിടെ എന്താണ് ഗ്രേപ്പ് ജ്യൂസ് റെഡിയാണ്. ഗ്രേപ്പ് ജ്യൂസ്. ഓ മൈ ഗോഡ് ഫ്രണ്ട്സ്, ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് എന്ന് പറയുന്നത്. വാവ് ഫ്രണ്ട്സ്, അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ക്രാബ് ഇടാൻ പോവാണ്. അത് ഞാൻ കേട്ടോ. ആദ്യം നമുക്ക് 1-2 വെച്ചോ. 2 ഓക്കെ ഗൈസ്, അപ്പൊ നമ്മൾ ക്രാബ് ഇതിലേക്ക് ഇത് കൊടുക്കുന്നു. ഞാനിടും ഫുള്ള് ഞാൻ ചെയ്യും. എന്നിട്ട് ഇടട്ടെ. നമ്മൾ ഇടാൻ പോവാണ് 3 ക്യൂബ്സ്. വാവ്, ആ ശബ്ദം നോക്ക് ഫ്രണ്ട്സ്. സോ സാറ്റിസ്ഫൈയിങ്. ഞാൻ അടക്കാം. നമുക്ക് എന്താവും നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മൾ സാധനം ഇട്ടെടുക്കട്ടെ. നിങ്ങൾ കണ്ട എന്നെ പോട്ടെ ഫ്രണ്ട്സ്. എന്റെ മോനെ നല്ല തയ്ക്കണല്ലേ. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിങ്ങനെ എന്താണിത്? പെടയണ ചിക്കൻ അല്ലേ, പെടയണ ഞണ്ട്. നമുക്ക് ബാക്കിയുള്ളൊക്കെ മൊത്തം വെച്ചോ. അയക്കണോന്നൊന്ന് നുള്ളി നോക്കണോ? വേണ്ട ഉറപ്പല്ലേ ഗൈസ്? ഉമ്മച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് പറഞ്ഞേ. പൊരിഞ്ഞോ? റെഡി. ഇപ്പഴാണ് അതിന്റെ സാധനം വന്നത്. അപ്പോഴാണ് ചൂടായത് ശരിക്കും. ഇപ്പൊ തിളക്കുന്നുണ്ട്. നമുക്ക് ബാക്കി റിവ്യൂ തിന്നുമ്പോ കാണാം. ജ്യൂസ് ഒക്കെ റെഡി ആയപ്പാ? ജ്യൂസ് റെഡിയായി. മോമോസും കൂടെ പൊരിക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ സാധനം ഇവിടെ റെഡി ആയില്ലേ? യെസ് ഗൈസ്, റെഡി ആയിക്കണോ തോന്നുന്നേ. ശരിക്കും റെഡി ആയിട്ടില്ല. റെഡി ആയിക്കണോ? റെഡി ആയിക്കണോ? റെഡിയാ? കണ്ട ഫ്രണ്ട്സ്, ഇതാണ് നമ്മൾ 2 ഇതാക്കി വെച്ചത്. ഇത് സെറ്റിലേ
ഇങ്ങനെ എണ്ണ വാർത്തെടുക്കാം അതിൽ നമുക്ക് പയമ്പൊരി ഒക്കെ വെച്ചപ്പാ വലുത് വാങ്ങിയല്ലേ മമ്മി ഇവിടെ എന്നാ കൊറേ എണ്ണ വെക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിക്കിടാം ഞാൻ ഇതിമ തട്ടിയതാ അപ്പൊ എനിവേസ് ഇനി നമുക്ക് 3 എണ്ണം കൂടി ഉള്ളൂ. മഞ്ഞുണ്ടമ്മ ഇനി കുറച്ചുകൂടി വെച്ചോ എന്നാ അങ്ങോട്ട് എടുത്തോളി എന്നാ പിന്നെ ഒന്നിച്ചാണ് പൊരിച്ച. യെസ് ഗൈസ് അപ്പൊ അടുത്ത സെറ്റ് നമ്മൾ ഇടാൻ പോണേ ചങ്കട ചക്ക അയ്യോ പടിപാടി ചങ്കട ചക്കച്ചാ. ഫ്രണ്ട്സ് ഇത് കുറച്ചേരം കഴിഞ്ഞ് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും അതിനാണ് നമ്മൾ ഈ സാധനം ഇടുന്നത്. അടിച്ചു അതെ ഫ്രണ്ട്സ് അടിച്ചു ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ ആയത് ഇത്രനാണ് ഉള്ളത്. ഏകദേശം നമ്മൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയില്ലേ നല്ല മണ്ട്. അയ്യോ എന്റെ നോമ്പ് മുറിഞ്ഞേ ഞാൻ അതിൽ അലിഞ്ഞു പോയി. എനിവേ അപ്പൊ മോമോസ് പൊരിക്കാണ്ട് പുകഞ്ഞു പൊരിക്കണ്ടോ എന്തൊക്കെയാ ചിക്കൻ പോപ്കോണും ഇതൊക്കെ നമ്മളെ എന്താണ് ഇത് പാളിപ്പോയി ഇതാകെ വാടിപ്പോയി. ഇത് ശരിക്കും ചിലത് വാങ്ങിയിട്ട് ചിലത് വാടി. നമുക്ക് എന്തായാലും ഇതൊന്നും വാടിയിട്ടില്ല എല്ലാം വാടിക്കണം. ലാസ്റ്റ് സെറ്റ് ഓഫ് ക്രാബ് ക്ലോയും കൂടി റെഡി ആയിട്ടുണ്ട്. പിന്നെ മോമോസ് റെഡി ആക്കാണ്ട് എണ്ണൊക്കെ വറ്റി പോട്ടെ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം ഒരു ബക്കറ്റ് എണ്ണയാണ് കിടക്കുന്നത് ഗൈസ്. പക്ഷെ ഇത് റീയൂസ് ചെയ്തൂടെ? റീയൂസ് ചെയ്യാന്നൊക്കെയാണ് പറയണത്. റീയൂസ് ചെയ്യാൻ വഴിയില്ല ഗൈസ്. അതെ ഫ്രണ്ട്സ് അത്ര ഓയിലുണ്ട്. അപ്പൊ ഇനി നമുക്ക് മോമോസ് എടുക്കല്ലേ? റെഡി. നമ്മുടെ മോമോസ് നമ്മൾ ഉള്ളിലിട്ടു കാക്ക പറയുക. ആദ്യം നമ്മൾ ഒന്നാണ് ഇട്ട് നോക്കിയിട്ടുള്ളത്. നമ്മൾ ഇത്രയും ബാക്കിയുണ്ട് 6 ഇട്ടുണ്ട് ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ഫുള്ള് സെറ്റ് ആണ്. നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കല്ലേ ഫ്രണ്ട്സ്. ഇത് നമ്മുടെ ടേബിൾ ഇവിടെ സെറ്റ് ആണ്. നമ്മൾ ടേബിളിന് അവിടെ പോയി വെക്കുക. അങ്ങനെ നമ്മുടെ മോമോസ് ഒന്ന് എങ്ങനെ ഉണ്ടാക്കാം? അപ്പൊ ഇപ്പൊ ബാങ്ക് കൊടുക്കും. അപ്പൊ നമ്മള് വേഗം എടുത്ത് ചെയ്യുകയാണ്. ഓക്കെ സെറ്റ് ഇട്ടോ. യെസ് ഗൈസ് അപ്പൊ നമ്മളെ ഫുൾ മോമോസ് ഇടാൻ പോണേ ഇട്ടോ. അടഞ്ഞോ ഇപ്പൊ ബാങ്ക് കൊടുക്കും. വേഗം ആവട്ടെ. ഓക്കെ ഒരു മോമോസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. 5 minutes later. ഗൈസ് അങ്ങനെ നമ്മുടെ നോമ്പ് ബാങ്ക് കൊടുത്തു. അതെ തുടങ്ങാം. നമ്മൾ ഈത്തപ്പഴം അയ്യോ ഞാൻ ബിസ്മി ചൊല്ലാൻ മറന്നു. സൗണ്ട് ഒക്കെ ഉണ്ടാക്കണം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഉണ്ട്. എല്ലാവരും വെള്ളം കുടിച്ച് തുറക്കണം. അങ്ങനെ നമ്മുടെ ഉമ്മച്ചി കൊറേ കാലമായിട്ട് ആഗ്രഹിച്ച് നടന്ന സാധനമാണെന്നാ പറയണത്. ക്രാബ് ക്ലോ ഇതാ എല്ലാരും പിടിച്ചു. ഐസ്ക്രീം അല്ല നമ്മളെ ഈ എങ്ങനെയുണ്ട് യമ്മി. മയോണൈസ് ഇതൊക്കെ കൂട്ടി തിന്നണം. നിങ്ങൾ എന്താ അതെ കഴിച്ച നമ്മള് മയോണൈസ് റെഡി കൂട്ടി അങ്ങനെയൊന്നുമല്ല. ഈ സൈമ നോക്ക് ഫ്രണ്ട്സ് ഇതിന്റെ പൊടിയൊക്കെ കൈക്കാക്കി കാക്കണയാണ്ടല്ലോ. രസമുണ്ടോ? എന്റെ വായിൽ ഈത്തപ്പഴത്തിന് ചോയന് എന്തൊരു എന്ത് എന്താ ഒരു സംശയമൊക്കെ നിങ്ങൾക്ക്? ഇമ്മ കഴിഞ്ഞ പ്രാവശ്യം വെച്ചപ്പോ എങ്ങനെയാണോ എന്താ മിനിച്ച എന്റെ പൊരിക്കണത്തിന് ഇത് കുകയാണ് ഫ്രണ്ട്സ്. കുക നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയാണ്. അയ്യോ പച്ചന്റെ ജീവല്ലാത്ത എന്റെ ഒരു കുത്ര തുടങ്ങി. അടുത്ത നമുക്ക് എന്താണ് ജ്യൂസ് വയ്ക്കാം. എനിക്ക് വേണം. ഓ ഇതാണ് എന്റെ ജ്യൂസ്. മിൻച്ച മറ്റേ കുടിച്ചോ? മിൻച്ച ഇജ്ജ് ടെൻഡർ കോക്കനോട് കുടിച്ചോ? ഈ ഉണ്ടാക്കിയ ടെൻഡർ കോക്കനോട് തൽക്കാലത്തിന് പതിയത് കുടിക്കാം. മുന്തിരി പിന്നെ എന്നും ആസ് യൂഷ്വൽ അടിപൊളിയല്ലേ? നമുക്ക് കുടിച്ചോക്കാം. എനിക്ക് ആരും വെയിറ്റ് ചെയ്യാൻ നേരല്ല. ഞാൻ അടുത്തിട്ട് മോമോസ് ട്രൈ നോക്കാം. നിമ്മച്ചി തന്നിരാറിന്റെ സങ്കടപ്പെട്ടു. അതാ രസം. അങ്ങനല്ല ഇത് ഞാൻ കുടിച്ചു നോക്കിയില്ല. പക്ഷെ ഇത് രസമുണ്ടല്ലോ. സാധാ മോശം ഇല്ലേ നമ്മൾ വിചാരിച്ച എല്ലാ ഒരേ എണ്ണയിൽ തന്നെ ക്രാബ് പൊരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇതും പൊരിച്ചു. മാറ്റൊന്നുമില്ലല്ലേ? സെറ്റാ
അപ്പൊ ഇനി guys, ആ. ഇത് പൊട്ടിച്ച് ഇതിനുള്ളിൽ കാമ്പുണ്ടാവും. ആ തിന്ന് കടിച്ചു മുറിച്ച് കൊട്ടിക്കല്ല കടിച്ചു മുറിച്ച് തിന്ന് ആണ് കടിച്ചു മുറിച്ച് തിന്ന് 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 നോക്ക് പൊട്ടത്തി കടിച്ചു പൊടിച്ച് തിന്ന് ആ ബബിൾക്ക് തിന്നണ പോലെ ആ തിന്ന് തിന്ന് ആ അങ്ങനെ ഓ ഓ ഓ എന്താ അഭിനയം ഞാനിപ്പോ തിന്നതാണ് എനിക്കറിയാലോ അമ്മീന്റെ സ്പെഷ്യൽ അല്ലേ അമ്മ ചിക്കൻ ടലീസ ചിക്കനോ സ്പെഷ്യലാന്ന് പറയാൻ പറഞ്ഞു അല്ലേ അമ്മ സ്പെഷ്യലി ചിക്കൻ ഇട്ട കോഴിക്കോട് ഭാഗത്തൊക്കെ ഉണ്ടാവും ആ കോഴിക്കോട് ചിക്കനോ ഇവിടെ ഒന്നും കാണാറില്ല ഫ്രണ്ട്സ് കോഴിക്കോട് ഭാഗത്ത് മാത്രം കണ്ടേനെ അവിടുത്തെ സ്പെഷ്യലാണ് ചിക്കനോ ചിക്കൻ അത് ചിക്കർക്ക് മധുരോ അത് ടേസ്റ്റ് ചെയ്യുന്നിട്ട് പറയാം വേണ്ട പഞ്ചസാര നിങ്ങൾ ടേസ്റ്റ് എനിക്ക് വേണ്ട ആ ഗോതമ്പ് എനിവേ ഗൈസ് ബാക്കി നമുക്ക് നോമ്പ് തുറന്നിട്ടുള്ള വിശേഷങ്ങൾ നമ്മൾ ക്യാമറമാൻ നിന്നില്ല ക്യാമറമാൻ കഴിക്കൂ വാ ബൈ ഗൈസ് Many hours later. അങ്ങനെ നമ്മുടെ രാത്രിക്കത്തെ ഭക്ഷണം നമ്മൾ കഴിക്കാൻ പോവാണ് ഫ്രണ്ട്സ് ഇവിടെ എന്താ ഉണ്ടായത് നല്ല ബിരിയാണി ബിരിയാണി ഉണ്ട് ബിരിയാണിയുടെ മസാലയുണ്ട് തൈരുണ്ട് ചിക്കൻ പൊരിച്ചതുണ്ട് പപ്പടം ഉണ്ട് തൂമ്പുണ്ട് പിന്നെ കെച്ചപ്പും ഉണ്ട് ഫ്രണ്ട്സ് അങ്ങനെ കുറെ കാലത്ത് ശേഷം ബിരിയാണി പിന്നെ ഫ്രണ്ട്സ് കട്ടൻ ചായ ഉണ്ട് പിന്നെ എന്താണ് ഗ്രേപ്പ് ജ്യൂസ് കാരണം ഫ്രണ്ട്സ് ബിരിയാണിയും ഗ്രേപ്പ് ജ്യൂസ് എന്തൊരു നല്ല കോമ്പിനേഷൻ ആണ് മിനിച്ചൊക്കെ ഇവിടെ വെച്ചിട്ട് ചെയ്യാ ഒന്ന് ചോറ് പറയുന്നത് ചോറിന് കൊടുക്കി പാടുന്നിട്ട് കൊടുത്തു അവൾക്ക് എത്ര തിന്ന് നമുക്ക് നോക്കാം ചിലപ്പോൾ വെറും തള്ളേ കയറി കഴിച്ചു 2 തുള്ളി നിന്നോട് നിർത്തോളൂ അതല്ലേ തിന്നിട്ടും കൂടി ഓടിയത് കഴിച്ചു വെച്ചിട്ട് വെച്ചിട്ട് മിനിച്ച് തിന്നിട്ട് റിവ്യൂ പറയും ഒക്കെ സെറ്റല്ലേ തിന്നൂട് അപ്പൊ മിനിച്ച പപ്പടം ആദ്യം നമ്മൾ പപ്പടം എടുക്കുന്നു എന്നിട്ട് നമ്മൾ മസാല എടുക്കുന്നു കാക്ക തിന്നു കാക്ക തിന്നണല്ലേ മിനിച്ച ആദ്യമായിട്ട് കൂട്ടിലെന്നുള്ള കാര്യമാണ് മിനിച്ച എങ്ങനെയുണ്ട് മിനിച്ച നൈസ എല്ലൊക്കെ പുറത്ത് കിട്ടാം കഴിച്ച് നമുക്ക് തിന്നിട്ട് കാണാം അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു വയറൊക്കെ നിറഞ്ഞു ഫ്രണ്ട്സ് ഇനി നമ്മൾ നിസ്കരിച്ചിട്ട് ഉറങ്ങാനായി ഫ്രണ്ട്സ് കുറച്ച് സമയമായിട്ടുണ്ട് അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഒരു ഫാമിലി നോമ്പ് തുറ കുട്ടി വ്ളോഗ് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് കമന്റ് ചെയ്യുക ഇതേപോലത്തെ ഫാമിലി വ്ളോഗ്സിന് വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ഇനി ഇതേപോലത്തെ വേണമെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീഡിയോ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുത്തി തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ കക്കനെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വീണ്ടും ഒരിക്കലും കിടക്കാച്ച് ബൈ.